വേനലുകൾ പലതും മാറി വന്നു. എന്നിട്ടും തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ചിറക്കണ്ടം ഇടിക്കെട്ടിപ്പാറയിൽ ഈ വേനലിലും കുടിക്കാനിത്തിരി വെള്ളമെത്തിയില്ല. 120ഓളം കുടുംബങ്ങളാണ് ദാഹജലത്തിനായി കിലോമീറ്ററുകൾ താണ്ടുന്നത്. കൂലിപ്പണി കഴിഞ്ഞ് സന്ധ്യ മയങ്ങും നേരം വീടുകളിൽ എത്തുന്ന സ്ത്രീകൾ കുട്ടികളെയും കൂട്ടി കുടങ്ങളും ബക്കറ്റുമായി മലയിറങ്ങും. ഇടവഴികളും പാറയിടുക്കുകളും കടന്ന് കിലോമീറ്ററുകളപ്പുറത്തെ കിണറ്റിൻകരയിലെത്തുമ്പോൾ ഇരുട്ട് വീണു തുടങ്ങും. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നം വെള്ളം മലയുടെ മണ്ട വരെ കൊണ്ടുപോകണം. ഞങ്ങൾക്ക് വർഷങ്ങളായി ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ്. ഇത് ഇപ്പോൾ 2-3 വർഷമായി ഇത് പദ്ധതി തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രാബല്യത്തിലായിട്ടില്ല. ഇപ്പം ചുമന്ന് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി. വെള്ളം കൊണ്ട് കയറി പോകാനോ കയറ്റം കയറി പോകണം. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് പച്ചവെള്ളത്തിന്. കുടങ്ങളും നിറച്ച് കൊച്ചുകുട്ടികളുമായി ഇരുൾ വീണ വഴികളിലൂടെയുള്ള യാത്ര ഇവർക്കിന്ന് ജീവിതചര്യയായി മാറിക്കഴിഞ്ഞു. കുടങ്ങൾ തലയിലേന്തി ചെറിയ ടോർച്ച് വെളിച്ചത്തിൽ കുട്ടികളുമായി അവർ മല കയറും. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ സമീപത്തുകൂടി കടന്നുപോകുന്നുണ്ടെങ്കിലും മലമുകളിലെ കുടുംബങ്ങൾക്ക് ഇതുവരെയും വെള്ളമെത്തിച്ചിട്ടില്ല. പലതവണ അധികൃതരെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. കൗൺസിലിൽ ഇത് ആദ്യം അവതരിപ്പിച്ചു. അത് അന്നേരം കൗൺസിൽ ചെയർ പറഞ്ഞു ഇത് എസ്റ്റിമേറ്റ് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആളെ വിളിച്ച് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത എല്ലാ വീടിലേക്കും വെള്ളം കൊണ്ടുവരാനുള്ള മോട്ടറിനുള്ള എല്ലാം എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ കൗൺസിൽ ആ രൂപ വക മാറ്റി വേറെ ഇതിന് ചിലവാക്കും. ഇതിന് വെച്ചിരുന്ന രൂപ അത് കഴിഞ്ഞ് കൗൺസിലിൽ ബഹളം ഉണ്ടായ ഒരു കൗൺസിൽ തന്നെ ഇതിന് ഈ കാരണം കൊണ്ട് മുടങ്ങാൻ ഇടയായി. അടുത്ത വേനൽക്കാലത്തെങ്കിലും കുടിവെള്ളം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഇപ്പോൾ സമയം രാത്രി 7 മണി കഴിഞ്ഞു. വർഷങ്ങളായി കുടിവെള്ളത്തിനു വേണ്ടിയുള്ള ഈ സ്ത്രീകളുടെ നെട്ടോട്ടം ഈ രാത്രിയിലും അവസാനിക്കുന്നില്ല. ക്യാമറമാൻ ലിബിൻ കി ഉമ്പനൊപ്പം ആതിര സുധാകരൻ, ന്യൂസ് 18 ഇടുക്കി.